സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വീണത് ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഷോക്കിട്ട് എന്നാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡന്റ് ആണ്, ബോർഡിന്റെ കീഴിലല്ല കേട്ടോ. അത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കും. എന്തെങ്കിലും അപാകത ആരുടെ പേരിലാണ് ഉണ്ടായി എന്നുള്ളത് നോക്കിയിട്ട് നടപടി ഉണ്ടാവും. അതല്ലേ, അതന്വേഷിക്കാനാണല്ലോ ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ വന്നു, അവിടെ ലൈൻ എങ്ങനെ വന്നു, എന്ത് ചെയ്തിട്ടുണ്ട്, ലൈൻ വന്ന ശേഷമാണോ സ്കൂൾ കെട്ടിടം വന്നത്, അതൊക്കെ നോക്കണമല്ലോ, എല്ലാം പരിശോധിക്കണമല്ലോ. എല്ലാം പരിശോധിച്ച ശേഷം ഒരു റിപ്പോർട്ടിൽ അത് ഇന്ത്യ 2 ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ബോർഡ്, അത് പിന്നെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. KSEBിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡന്റ് ആണ്. അത് KSEB ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്, ഇൻഡിപെൻഡന്റ് ആണ്. സ്കൂളിന് വളരെ ചേർന്നാണ് ഈ ലൈൻ പോകുന്നത്. ഇതുപോലെ മറ്റ് സ്കൂളുകൾക്ക് മുന്നിൽ ഇതുപോലെ അപകടകരമായ സാഹചര്യം ഉണ്ടോ എന്ന് ബോർഡ് പരിശോധിക്കും. തീർച്ചയായിട്ടും ഇത് നോക്കിയിട്ട് ഇതിന്റെ ഒരു അനുഭവത്തിന്റെ പേരിൽ ഇത് എവിടെ എല്ലാം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കും. കഴിഞ്ഞില്ലേ? അവര് പറഞ്ഞത് എന്താണെന്ന് അന്വേഷിച്ചൊരു റിപ്പോർട്ട് തരണ്ടേ? എനിക്കിവിടെ ഇരുന്നത് പറയാൻ പറ്റും. ഞാൻ വാർത്തയിൽ കേട്ടതാണ്. അതുകൊണ്ടാണ് വാർത്ത കണ്ടപ്പോഴാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്.